ഐഫോണിനെ കുറിച്ച് എനിക്ക് ഉൾപ്പെടെ കുറേ ആൾക്കാർക്ക് ഈ ഒരു ഫ്രസ്ട്രേഷനും ദേഷ്യം വരുന്നൊരു കാര്യമാണ്. നമ്മളിപ്പോൾ ബെൻസ്, BMW, റോൾസ് റോയ്സ് ഇതിനെയൊക്കെ കുറിച്ച് കേൾക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇത്രയും ഫ്രസ്ട്രേഷൻ വരില്ല. കാരണം ഇതൊന്നും ഉപയോഗിക്കുന്ന ആൾക്കാർ അതിനെക്കുറിച്ച് ഓവർ ഹൈപ്പ് ചെയ്യൂല. അത് അങ്ങനത്തെ ഒരു പ്രീമിയം ആയിട്ടുള്ള ഒരു കസ്റ്റമേഴ്സ് എടുക്കുന്ന ഒരു സംഭവം. പക്ഷേ ഈ ഫോൺ എന്ന് പറഞ്ഞൊരു സീരീസിൽ നമ്മൾ ഈ ഐഫോണിന് ഇത്രയും നമുക്ക് ഫ്രസ്ട്രേഷൻ അടിക്കുന്നതിന്റെ മെയിൻ റീസൺ എന്താണെന്നറിയോ? ഒരു ജോലി കിട്ടി, ഒരു ഇൻകം കിട്ടി തുടങ്ങി കഴിഞ്ഞാൽ ഫസ്റ്റ് ഒരു ഐഫോൺ എടുക്കും. ഓക്കെ, എന്നിട്ട് ആ ആൾക്കാർ ഒരു അഭിപ്രായം പറഞ്ഞു തുടങ്ങും. ആ ആൾക്കാരുടെ ആ ഫോൺ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അവർ പെട്ടെന്ന് പറയും, ഒരു കുഴപ്പമില്ല, എൻ്റെ ആൻഡ്രോയിഡിനെക്കാളും അടിപൊളിയാണ്, ഹാങ് ഇല്ല, ലാഗ് ഇല്ല, അതില്ല, ഇതില്ല, പെർഫെക്റ്റ് ആണ് എന്ന് പറയും. അപ്പം അങ്ങനെ ഒരാൾക്കാരുടെ അടുത്ത് നമ്മൾ നേരിട്ട് കാണുമ്പോഴത്തേക്ക് നമ്മൾ ചോദിക്കും, നേരത്തെ ഉപയോഗിച്ച ഫോൺ ഏതാ? പല ആൾക്കാരും 15,000 രൂപയ്ക്ക് താഴെ ഉള്ള ആൻഡ്രോയിഡ് ഫോണിൽ നിന്ന് ഡയറക്റ്റ്ലി 80,000 റുപ്പീസ് ഉള്ള ഒരു iPhone 16 അല്ലെങ്കിൽ iPhone 15 ആ ഒരു റേഞ്ചിലോട്ടുള്ള ഒരു ഐഫോൺ എടുത്തിട്ടാണ് ഈ അഭിപ്രായം പറയുന്നത്. അവരുടെ ലൈഫിലെ ആദ്യത്തെ പ്രീമിയം ഫോണാണ് ഐഫോൺ ആയിട്ട് എടുത്തത്. ഇങ്ങനെയുള്ള ആൾക്കാർ ഓവർ ഹൈപ്പ് ചെയ്യണത് കേൾക്കുമ്പോഴത്തേക്കാണ് ഈ ഒരു ഫ്രസ്ട്രേഷൻ അടിക്കുന്നത്. നമ്മൾ ഈ ആൻഡ്രോയിഡ് ഫാൻ ബോയ്സ് ആയിട്ടല്ല ആക്ച്വലി നമ്മൾ ഈ ഒരു കുറ്റം പറയണത്.